നിലവിൽ ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു അസൗകര്യ പ്രശ്നമാണല്ലോ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികം അല്ലെങ്കിൽ സാധാരണയായി ഈ രീതിയിൽ ഇങ്ങനെ ഒരു കെട്ടിടം വാടക കെട്ടിടം ഒഴിയണമെങ്കിൽ അതിന്റെ ഒരു സാധാരണയുള്ള ഒരു പ്രൊസീജിയർ നിയമപരമായ ഒരു നടപടി എങ്ങനെയാണ്? ദിവ്യ ഇക്കാര്യത്തിൽ അതായത് വി കെ പ്രശാന്തിനെ ഈ ഓഫീസ് മുറി അനുവദിച്ചത് ശാസ്ത്രമംഗലത്താണ് വി കെ പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസ് മുറി അനുവദിച്ചത് അത് കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കൗൺസിലാണ് 7 വർഷം മുമ്പ് വി കെ പ്രശാന്തിന് ഈ മുറി നൽകാനുള്ള ഓഫീസ് ആയി ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം നൽകിയത്. അത് ഔദ്യോഗിക രേഖയായി നിലവിൽ കോർപ്പറേഷൻ ഉള്ളതാണ്. സെക്രട്ടറിയുടെ അനുവാദമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അത് പിൻവലിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാർച്ച് മാസം വരെ കാലാവധി ഉള്ളതാണ് ഈ മുറി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അതിന് കൃത്യമായി എല്ലാ വർഷവും വാടകയായി തുക നൽകുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മുറി ഒഴിയണമെങ്കിൽ കോർപ്പറേഷന്റെ കൗൺസിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ആദ്യ കൗൺസിൽ യോഗം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷന്റെ ഭരണപരമായ നിലപാടുകളിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ ഒന്നും നിലവിൽ കോർപ്പറേഷൻ കൗൺസിൽ ചേർന്ന് സ്വീകരിച്ചിട്ടില്ല, നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനമെടുക്കാതെ വെറും ഒരു കൗൺസിലറായ ആർ ശ്രീലേഖ എങ്ങനെ ഇക്കാര്യത്തിൽ ഒരു MLA ആയ വി കെ പ്രശാന്തിനെ വിളിച്ച് മുറി ഒഴിയണം എന്ന ആവശ്യം ഉന്നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്ത് തരത്തിലുള്ള അധികാരമാണ് ഈ കോർപ്പറേഷൻ കൗൺസിലർ മാത്രമായിട്ടുള്ള ആർ ശ്രീലേഖയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വി കെ പ്രശാന്തിന്റെ ഓഫീസ് മുറിയോട് തൊട്ട് ചേർന്നാണ് നിലവിൽ കൗൺസിലറുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്ന MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന ആവശ്യം അത് ആർ ശ്രീലേഖ മുന്നോട്ട് വെക്കുന്നതും എടുത്തു കാണേണ്ട കാര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു സ്വാഭാവികമായും ഒരാൾക്ക് ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും ആർ ശ്രീലേഖയ്ക്ക് കൗൺസിലർ എന്ന നിലയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ MLAയോട് ആവശ്യപ്പെടാൻ പോലും കഴിയില്ല. എന്ത് സൗഹൃദത്തിന്റെ പേരിലായാലും MLA എന്ന നിലയിൽ ജനപ്രതിനിധി, ആ മണ്ഡലത്തെ ആകെ പ്രതിനിധീകരിക്കുന്ന ആൾ, അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെയായി മുന്നോട്ട് പോകുന്ന ആൾ, അയാളോട് ഇങ്ങനെ വിളിച്ച് എത്രയും പെട്ടെന്ന് തനിക്ക് സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി മുറി മാറണം എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ നടപടിയോ സാധാരണ ഉണ്ടാകുന്ന കീഴ്വഴക്കമോ ഒന്നുമല്ല. അത് സ്വാഭാവികമായും BJP അധികാരം പിടിച്ചതിന് പിന്നാലെയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവരുടെ പിന്തുണ വി കെ പ്രശാന്തിനാണോ? നിലവിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല. ഇന്നലെയാണ് ഇങ്ങനെ ഒരു ഫോൺ വിളി ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇതിൽ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുള്ളത്. മേയറുടെ പ്രതികരണം അതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ് എന്നുള്ളതാണ്. സൗഹൃദം സംഭാഷണമായാൽ പോലും അങ്ങനെ ഒരു ജനപ്രതിനിധിയോട് ആവശ്യപ്പെടാൻ ഒരു കാരണവശാലും ശ്രീലേഖയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും BJP സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന അധികാരങ്ങൾ ലഭിച്ചാൽ നടത്തുന്ന ഒരു നീക്കങ്ങളുണ്ട്. അത് പലതരത്തിൽ രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തെ വേട്ടയാടുക, ഒപ്പം തന്നെ തങ്ങളെ എതിർക്കുന്നവരെ വേട്ടയാടുക എന്നുള്ള നിലപാടൊക്കെയാണ് BJP എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷനിൽ ഭരണം ലഭിച്ചതിന് പിന്നാലെയും അതേ നടപടിയാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. അധികാരമേറ്റ് 2ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളൊരു നീക്കം, ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കം എന്ന് തന്നെ പറയാൻ കഴിയുന്ന നിലയിൽ ഓഫീസ് മുറി ഒഴിയണമെന്ന് MLAയോട് നിലവിൽ ആവശ്യപ്പെട്ടുള്ളത്. കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതികരണം വരണം. CPM എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവും ഒപ്പം തന്നെ BJPക്കെതിരെ ഇത് ആയുധമാക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടു കഴിഞ്ഞു.